ഇരുവരും എല്ലാ നേതാക്കളുടെയും മുന്നിൽ വെച്ച് രമേശ് ചെന്നിത്തലയുടെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് തന്നെയാണ് ഈ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷേ പുറപ്പെടുന്നതിന് മുൻപ്, അതായത് ഇറങ്ങുന്നതിന് മുൻപ് ഒരുപക്ഷേ ഇരുവരും മാത്രമായി സംസാരിച്ചാൽ ആ ഉപാധി മുന്നോട്ട് വയ്ക്കും. അതിനോടുള്ള മറുപടിയും സതീശൻ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കും. എന്തായാലും വരും മണിക്കൂറുകളിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ എത്തുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക്. KPCCയിൽ നിർണായകമായ ചർച്ചകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അതായത് UDF ഉഭയകക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായി KPCCയിൽ ചില ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകളിലായിരിക്കാം ഒരുപക്ഷെ വിശദമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടക്കുക. നമുക്ക് കാണാം, രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ ഇപ്പോൾ പ്രവർത്തകരുടെ വലിയൊരു തിരക്കുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ പ്രവർത്തകരുടെ തിരക്കുണ്ട്. അദ്ദേഹത്തെ കാണാൻ അനുയായികളുടെ തിരക്കായിരുന്നു. ഇപ്പോൾ VD സതീശൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ത്? ഇരുവരും ഒരുമിച്ചാണ് പുറത്തേക്ക് വരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് VD സതീശൻ ഇവിടെ എത്തിയപ്പോൾ വീട്ടിന് പുറത്തിറങ്ങി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ VD സതീശനെ യാത്രയാക്കാൻ രമേശ് ചെന്നിത്തല കൂടി വരുന്നു. അതായത് ഒരു മഞ്ഞുരുകന്റെ സന്ദേശം. എന്നാൽ എടുക്കട്ടെ ചേട്ടാ, ഒന്ന് സാറേ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക്, ഒരു സ്റ്റെപ്പ് ഇല്ല. റെഡിയാണോ എല്ലാവരും? മൈക്ക് താഴ്ത്തിയാൽ മതി. മൈക്ക് റെഡിയാണോ? ചോദിക്കാമോ? CMA കൂടിക്കാഴ്ച റെഡി. CMA മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ? ഞാൻ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച, ഞാനെപ്പോഴും വരുന്ന വീടല്ലേ ഇത്. കൊച്ചിലെ തൊട്ട് ചെറുപ്പത്തിലോട്ട് എൻ്റെ ലീഡറാണ് അദ്ദേഹം. എല്ലാ കാലത്തും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വാഹനത്തിലാണ് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത്. എത്രയോ വർഷമായിട്ട് ഈ വീട് ഉണ്ടാക്കിയ കാലം മുതൽ ഈ വീട്ടിൽ വരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കാണണ്ടേ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഒരാളാണ്, എൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം അത് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹവുമായിട്ട് തന്നെ കൂടിയാലോചിച്ച് ആ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂരിൽ 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂർ പോയി ഞാൻ തൊഴുതിട്ട് പത്രക്കാരെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിൽ നിന്നുള്ള കേരളത്തെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനാണ് പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് പാർട്ടി പ്രവർത്തകരും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നിറവേറ്റും എന്നാണ് എനിക്ക് പറയാൻ. പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം. ഒരു ഉപാധിയില്ല. ഞങ്ങൾ തമ്മിൽ എന്ത് ഉപാധി? ഏത് വകുപ്പാണെങ്കിലും അങ്ങ് സ്വീകരിക്കുമോ? തിങ്കളാഴ്ചയുള്ള സത്യപ്രതിജ്ഞയിൽ CM I met Sri Ramesh Chandra ji for getting his blessings. He was my leader. He was my leader. When I was a student, he was my leader. Always he was my leader. Now also he is my leader. No doubt. It is a meeting. He blessed me for taking this post. Always his blessings will be and support will be with me. I'm sure this is a meeting of a
two brothers, nothing more. Both of you seem to be. That will be decided by the party, and they will. The party leaders will discuss with him. The party leaders will discuss with him. Then we will take a decision. After getting his opinion, then only party will decide. എപ്പോഴായിരിക്കും അതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക? തിങ്കളാഴ്ച. അത് വൈകുന്നേരം ആകുമ്പോൾ പറയാം. Okay. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു മഞ്ഞുരുകലിൻ്റെ സൂചനകളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാര്യങ്ങൾ വ്യക്തമായി സംസാരിച്ചില്ല എങ്കിൽ കൂടിയും ഇന്ന് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.